ക്ഷേമ പെൻഷൻ അവകാശമല്ലെന്നും സഹായമാണെന്നും സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ. പെൻഷൻ എപ്പോൾ വിതരണം ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് സർക്കാരാണ്. സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന സമയത്ത് പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യുമെന്നും സർക്കാർ. സാമൂഹ്യ പെൻഷൻ വൈകുന്നതിനെതിരായ പൊതു താൽപര്യ ഹർജിയിലാണ് സർക്കാർ നിലപാട് അറിയിച്ചത്. ഷംന അശോക് വിവരങ്ങൾ നൽകും. ഷംന, പൊതു താൽപര്യ ഹർജിയായിരുന്നു, സർക്കാർ എന്താണ് വ്യക്തമാക്കിയത്? ഈ സാമൂഹ്യ പെൻഷൻ വൈകുന്നതിനെതിരെ പൊതുതാൽപര്യ ഹർജിയിലാണ് സംസ്ഥാന സർക്കാർ ഒരു സത്യവാങ്മൂലത്തിലൂടെ നിലപാട് വ്യക്തമാക്കുന്നത്. ഈ ക്ഷേമ പെൻഷൻ അവകാശമായി കണക്കാക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് സർക്കാർ പറയുന്നത്. ക്ഷേമ പെൻഷൻ സർക്കാരിന്റെ സഹായം മാത്രമാണ്. അത് എപ്പോൾ വിതരണം ചെയ്യണമെന്നും ഉള്ള കാര്യത്തിൽ ഉൾപ്പെടെ തീരുമാനമെടുക്കുന്നത് സർക്കാരിന്റെ നയപരമായ തീരുമാനത്തിന്റെ കൂടി ഭാഗമാണ്. നിയമം അനുശാസിക്കുന്ന പെൻഷൻ ഗണത്തിൽ പെടുന്നതല്ല ക്ഷേമ പെൻഷൻ എന്നും സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിലൂടെ പറയുന്നുണ്ട്. സംസ്ഥാനത്ത് 5 വിഭാഗങ്ങളിലായി ഏകദേശം 45 ലക്ഷത്തിലധികം ആളുകൾക്ക് പെൻഷൻ നൽകുന്നു എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ സത്യവാങ്മൂലം. അതിൽ ദേശീയ പെൻഷൻ സ്കീം പ്രകാരം അല്ലാതെ തന്നെ അധികമായി കൂടുതൽ ആളുകൾക്ക് സംസ്ഥാന സർക്കാർ പെൻഷൻ നൽകുന്നുണ്ട്. അതിനായി പെൻഷൻ വിതരണത്തിനായി ഒരു മാസം സർക്കാരിന് 900 കോടി രൂപയാണ് ചെലവുള്ളത്. മാത്രമല്ല ഇതിനു പുറമെ തന്നെ വെൽഫെയർ പെൻഷന്റെ ഭാഗമായി ഏകദേശം 90 കോടി രൂപ വേറെയും കണ്ടെത്തേണ്ടതുണ്ട്. ഈ സാമൂഹ്യ പെൻഷൻ കൃത്യമായി സർക്കാർ വിതരണം ചെയ്യാൻ ശ്രമിക്കുമ്പോഴും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള സഹായം തീരെ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് കൃത്യമായി സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. കേന്ദ്ര വിഹിതമില്ലാതെ തന്നെ 2023 സെപ്റ്റംബർ വരെയുള്ള പെൻഷൻ സർക്കാർ വിതരണം ചെയ്തിട്ടുണ്ട്. 2023 ജൂൺ വരെയുള്ള വിഹിതം മാത്രമാണ് കേന്ദ്രം നൽകിയിട്ടുള്ളത്. ഇനി നൽകാനുള്ളത് 2023 ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലെ പെൻഷനുകളാണ്. അതിൽ ഒക്ടോബർ, നവംബർ മാസങ്ങളിലെ പെൻഷൻ അടുത്ത ആഴ്ച തന്നെ വിതരണം ചെയ്യുമെന്നും സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ഈ ചക്കിടപ്പാറയിൽ മരിച്ച ഭിന്നശേഷിക്കാരനായ ജോസ് 2023 ഞാൻ ഇത്രയും നിങ്ങളെ കേൾപ്പിക്കാൻ കാരണം ഇപ്പൊ നമ്മൾ പറയുമ്പോ ഇതില് എന്താ തെളിവ് എന്ന് ചോദിക്കണ്ട. അങ്ങനെ കുറെ ആൾക്കാർ ചോദിക്കും, നീ നല്ല വെളുപ്പിക്കലാണല്ലോ, നിനക്ക് എത്ര കിട്ടി എന്നൊക്കെയാണ് ചില ആളുകൾ കമന്റ് ബോക്സിൽ വന്ന് ചോദിക്കുന്നത്. എന്നാ പിന്നെ വെളുപ്പിക്കലാണോ അതോ കറുപ്പിക്കലാണോ എന്നങ്ങോട്ട് ബോധ്യപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാ 2023 ഹൈക്കോടതിയിൽ സർക്കാർ പറയുന്നു. ഞാൻ ഇത്രയും കേൾപ്പിച്ചത് ആ ഡേറ്റും കാര്യങ്ങളും എത്ര ദിവസത്തെ മുടങ്ങിയിട്ടുണ്ട്, എന്താണ് വിജയന്റെ അവകാശവാദം, സത്യവാങ്മൂലമാണ് സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കണം പ്രത്യേകം. അപ്പൊ എന്താ പറയുന്നത്? 2023 ഹൈക്കോടതിയിൽ പറയുന്നു ഇത് അവകാശമല്ല. പെൻഷൻ എന്ന് പറയുന്നത് ഒരു തരത്തിലും അവകാശമല്ല. പിന്നെന്താണ്? അത് ഞാൻ കൊടുക്കുന്ന പിച്ചയാണെന്നാ പിണറായി വിജയൻ പറയുന്നത്. ഔദാര്യമാണ്, സർക്കാരിൻ്റെ ഔദാര്യമാണെന്നാ പറഞ്ഞത്. സർക്കാർ എന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന അന്ന് പിണറായി വിജയനാണല്ലോ 2023 സതീശനല്ലല്ലോ മുഖ്യമന്ത്രി, പിണറായി വിജയനാണല്ലോ മുഖ്യമന്ത്രി അല്ലേ? ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇന്നലെ MV ഗോവിന്ദന്റെ ഒരു പ്രസ്താവന ഉണ്ട്. എന്താ പ്രസ്താവന? ഏതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ സഹകരണ ബാങ്കിലെ ഈ കളക്ഷൻ ഏജൻസ്, അതായത് വിജയന്റെ കൃമികീടങ്ങളെ ചവിട്ടി പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവ് വന്നിരുന്നു. ആ ഉത്തരവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഗോവിന്ദൻ നടത്തിയ ഒരു പ്രതികരണം ഉണ്ട്. എന്താണ്? ഞങ്ങളാണ് പെൻഷൻ കൊണ്ടുവന്നത്, UDF ഇതിൽ യാതൊരു ബന്ധവുമില്ല, ഞങ്ങളാണ് നടപ്പിലാക്കിയത്, അതുകൊണ്ട് ഞങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് MV ഗോവിന്ദന്റെ ഒരു പ്രതികരണം. അപ്പോ ഈ ഞങ്ങളാണെന്ന് പറയുന്ന ആളുകൾ, ഇവിടെ ഒരു കാര്യമുണ്ട്, നമ്മളിതൊക്കെ എത്രയൊക്കെ നമ്മുടെ അവകാശമാണ്, പാവങ്ങളുടെ അവകാശമാണ്, ആനയാണ്, തേങ്ങയാണ്, മാങ്ങാ തൊലിയാണ് എന്നൊക്കെ പറഞ്ഞാലും സർക്കാർ എന്താണ് ഇതിൽ വിഷയത്തിൽ സർക്കാരിൻ്റെ നിലപാട്? പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലത്തിൽ പറയുന്നു ഇതൊരു അവകാശമേ അല്ല, ഇതൊരു ഔദാര്യമാണ്, ഒരു സഹായമാണ് എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം. പിന്നെ ഇതെങ്ങനെയാ ഇത് പറയേണ്ടി വന്ന, എങ്ങനെയാ ഈ പെൻഷൻ വിഷയം ഹൈക്കോടതിയിലെത്തിയത് ഈ പെൻഷൻ മുടങ്ങിയതുമായി ബന്ധപ്പെട്ട്. ഓക്കെ, അപ്പോ പെൻഷൻ മുടങ്ങിയതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലെത്തിയപ്പോൾ ഹൈക്കോടതിയിൽ പറഞ്ഞതാണ് ഈ കാര്യം. അന്ന് ഈ കാര്യം പറയുമ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ 3 മാസത്തെ പെൻഷൻ മുടങ്ങിക്കിടക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ 3 മാസത്തെ പെൻഷൻ കുടിശ്ശികയായിരുന്നു, അത് നൽകിയിട്ടുണ്ടായിരുന്നില്ല. ആ പെൻഷൻ കുടിശ്ശികയായിട്ട് നിൽക്കുമ്പോഴാണ് ഹൈക്കോടതിയിൽ ഇത് വിഷയം എത്തുന്നത്, ഒരു പൊതു താൽപര്യ ഹർജി എത്തുന്നത്. അവിടെയാണ് ഹൈക്കോടതി പറയുന്നത്, സർക്കാർ പറയുന്നത് സർക്കാർ തീരുമാനിക്കും എപ്പോൾ കൊടുക്കണം എപ്പോൾ കൊടുക്കണ്ട.
ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല. കാരണം ഇത് അവകാശമല്ല, ഇത് വെറും ഔദാര്യം മാത്രമാണെന്ന് പിണറായി വിജയൻ സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ പറഞ്ഞ കാര്യമാണ്. ഇപ്പം ഇതൊക്കെ ഒന്ന് ഇപ്പം ചർച്ച ചെയ്യണമല്ലോ. കാരണം ഇപ്പം ഈ കമ്മീഷനടിയും നക്കലും റോളിങ്ങും തിരിമറിയും മുട്ടുമെന്നുള്ളത് അവസ്ഥയായപ്പോൾ, കാരണം ഇന്നലെ ഇപ്പോൾ ഈ ഇത് വന്നപ്പോൾ, ഏത് ഉത്തരവ് വന്നപ്പോൾ മുതൽ ഇവർ വലിയ പ്രതിരോധത്തിലാണ്. കാരണം എന്താ, അവസാനത്തെ വരുമാന മാർഗവും മുട്ടാൻ പോകുക അല്ലേ. അപ്പം അതിൽ വലിയ പ്രതിരോധത്തിലാണ്. അപ്പം മുതൽ തുടങ്ങിയതാണ് ഈ കരച്ചിലുകൾ ഓരോ ഭാഗത്തു നിന്ന്. എന്നാണെങ്കിലും ഇപ്പോൾ ഇന്നലെ ഉത്തരവ് വന്നിട്ടേ ഉള്ളൂ, ഉറപ്പായിട്ടും സമയം കൊടുക്കുമെന്നുള്ള ഉറപ്പായിരുന്നു. ഇന്നിപ്പോൾ അതിന് വീണ്ടും അതിന് വിശദീകരണം വന്നിട്ടുണ്ട്. എല്ലാവർക്കും അക്കൗണ്ടുകൾ എടുത്ത് അക്കൗണ്ട് ഡീറ്റെയിലുകൾ സബ്മിറ്റ് ചെയ്യുവാനുള്ള സാവകാശം കൊടുക്കും. ഇപ്പം എന്തായാലും ഇപ്പം ഈ വരുന്ന മാസത്തെ അടക്കം പെൻഷനുകൾ, അതായത് ഈ വരുന്ന മാസം, അതായത് ഈ മാസം ഓഗസ്റ്റിലെ പെൻഷൻ അടക്കം ഇതേ രീതിയിൽ തന്നെ സഹകരണ ബാങ്കുകൾ വഴി തന്നെയാണ് പോവുക. അത് സമയം കൊടുക്കും. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി അത് വിശദീകരിക്കുമെന്നാണ് തോന്നുന്നത്. വരുന്ന ബുധനാഴ്ച ആയിരിക്കും മിക്കവാറും അദ്ദേഹം അത് വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കും. ഏതുവരെയാണ് ഡേറ്റ്, എത്ര മാസത്തിനുള്ളിൽ ഡീറ്റെയിലുകൾ സബ്മിറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ. എന്താണെങ്കിലും ഇതാണ് വിഷയം. അപ്പം ഇന്ന് നമ്മൾ കാണുന്ന കരച്ചിലുകൾ എന്തൊക്കെയാ പറയുന്നത്? പാവപ്പെട്ടവൻ്റെ അവകാശമാണ്, അത് ഹനിക്കരുത്. പിണറായി വിജയൻ തന്നെ സത്യവാങ്മൂലം എവിടെ ഹൈക്കോടതിയിൽ പറയുന്നു, ഇതൊരു അവകാശമേ അല്ല, ഇത് ഔദാര്യമാണ്, ഇത് സഹായമാണ്. അന്ന് പിണറായി വിജയനായിരുന്നല്ലോ മുഖ്യമന്ത്രി. അതുകൊണ്ട് അന്ന് പിണറായി വിജയൻ പറഞ്ഞു, ഞാൻ കൊടുക്കുന്ന നക്കാപ്പിച്ചയാണ് എന്നാണ് പിണറായി വിജയന്റെ വാദം. ഇത് അവകാശമാണ് എന്നുള്ള ഒരു വാദവും പിണറായി വിജയനില്ല. മാത്രമല്ല, അന്ന് ഈ കുടിശ്ശിക വന്നപ്പോൾ സത്യവാങ്മൂലത്തിൽ സർക്കാർ തന്നെ, പിണറായി വിജയൻ സർക്കാർ ഹൈക്കോടതിയിൽ സമ്മതിച്ച കാര്യം, ഒക്ടോബർ, നവംബർ, ഡിസംബർ 3 മാസത്തേതാണ് കുടിശ്ശികയുള്ളത്. ആ കുടിശ്ശികയുണ്ടെന്ന്, അതായത് കുടിശ്ശികയുണ്ടായിരുന്നു 3 മാസത്തേത്, കുടിശ്ശിക വരുത്തിയിട്ടുണ്ട്. എല്ലാ മാസവും കൃത്യമായിട്ട് പെൻഷൻ പോയിട്ടില്ല, കുടിശ്ശിക വരുത്തിയിട്ടുണ്ട് എന്നുള്ളതും വളരെ കൃത്യമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നതാ. ഇന്നിപ്പോൾ എന്താ പറയുന്നത്, സാധാരണക്കാരൻ്റെ അവകാശമാണ്, പെൻഷൻ മുടങ്ങും, കിടപ്പ് രോഗികൾക്ക് പെൻഷൻ കിട്ടൂല. എടോ, ഈ ഉത്തരവ് ഇവർ പൂർണ്ണമായിട്ട് വായിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. കിടപ്പ് രോഗികൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ ഈ പറയുന്ന ബാങ്കിലെത്താൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ അവരുടേത് വീടുകളിൽ എത്തിച്ചു കൊടുക്കും. അല്ലാത്തവരുടേത് മൊത്തം ഈ പറയുന്ന എവിടെയാ എത്തിക്കുന്നത്? ബാങ്കുകളിലാണ്, വാണിജ്യ ബാങ്കുകളിലാണ്. അപ്പോൾ ഇത് പറഞ്ഞതുപോലെ കുരുപൊട്ടുന്നതാണല്ലോ. അപ്പോൾ ഈ കുരുപൊട്ടുന്ന ആളുകൾ ഇന്ന് പറയുന്നതും പിണറായി വിജയൻ അധികാരത്തിലിരുന്നപ്പോൾ 2023 ഈ പെൻഷൻ മുടങ്ങിയതുമായി ബന്ധപ്പെട്ട് ഒക്ടോബർ, നവംബർ, ഡിസംബർ 3 മാസത്തെ പെൻഷൻ കുടിശ്ശികയായപ്പോൾ അന്ന് ഹൈക്കോടതിയിൽ പറഞ്ഞ കാര്യവുമാണ് നിങ്ങൾ കേട്ടത്. എന്തൊരു വിരോധാഭാസമാണെന്ന് നിങ്ങൾ നോക്കണം. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവരുടെ പ്രശ്നം എന്താ? സഖാക്കൾ ഇങ്ങനെ കയറ് പൊട്ടിക്കുന്നതിൻ്റെ കാരണം എന്താ? സഖാക്കൾ കയറ് പൊട്ടിക്കുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല. സഖാക്കൾ കയറ് പൊട്ടിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് നക്കൽ അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി നക്കാനൊരു വഴിയില്ല. ആ വഴി മുട്ടിയത് കൊണ്ടാണ് ഇത്രമാത്രം കുരുപൊട്ടലുകൾ, ഈ അലട്ടലുകൾ, വേവലാതികൾ ഇവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം അതിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന വരുമാന മാർഗം മുട്ടിക്കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും അങ്ങനെയല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം നിങ്ങൾക്കൊരു വരുമാന മാർഗം ഉണ്ടായി, പെടുന്നതിനെ ഒരു ദിവസം അതങ്ങോട്ട് നിൽക്കുകയാണ്, സ്വിച്ച് ഇട്ട പോലെ നിന്നുപോയി, എന്തു ചെയ്യും? വെപ്രാളപ്പെടും, വേവലാതിപ്പെടും അല്ലേ? അപ്പം ഇന്ന് ഈ പറയുന്ന വീരവാദങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉന്നയിക്കുന്ന ആളുകൾക്ക് ഇത് അവകാശമാണ് എന്നുള്ള ഒരു തരത്തിലുള്ള വാദവുമില്ല. ഇത് അന്ന് പിണറായി വിജയൻ്റെ ഇരുന്ന തന്നെയാണല്ലോ. ഇപ്പം പെൻഷൻ കൊണ്ടേ കൊടുക്കുമ്പോൾ എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? വിജയൻ തമ്പുരാൻ തന്ന, വിജയൻ തമ്പുരാൻ നൽകിയ, വിജയൻ തമ്പുരാൻ്റെ ഔദാര്യം, വിജയൻ തമ്പുരാൻ്റെ കാരുണ്യം, വിജയൻ തമ്പുരാൻ്റെ കരുതൽ, ഇതൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് പറഞ്ഞ് ഇതല്ല, വേറെയും കാര്യമുണ്ട്. കൃമികീടങ്ങൾ, ഇത് എന്തൊക്കെ കൃമികീടങ്ങൾക്ക് അന്ന് ചാകരയായിരുന്നു. എന്താ, വിതരണം ചെയ്യാൻ ഇൻസെൻറ്റീവ് നൽകുന്നുണ്ട് ആര്? സർക്കാർ. ഒന്നാമത്തെ ഏണിംഗ് ആയോ, വരുമാനമായോ. ഇനി ഇത് കൊണ്ടേ കൊടുക്കുമ്പോൾ പിണറായി വിജയനാണ് ഏണിങ്. എന്താ കൊടുക്കുമ്പോൾ എന്താ പറഞ്ഞത്? വിജയൻ തമ്പുരാൻ, വിജയൻ തമ്പുരാൻ, വിജയൻ തമ്പുരാൻ നീണാൾ വാഴട്ടെ, വിജയൻ തമ്പുരാൻ നീണാൾ വാഴട്ടെ.
അപ്പോൾ ഏണിങ് ഒന്ന് ഇപ്പുറത്ത് പിണറായി വിജയന്, 2 എണ്ണം ഇവിടെ. ഇനി മൂന്നാമത്തത് കമ്മീഷനടി, തിരിമറി എന്ന് പറഞ്ഞാൽ റോളിങ് ഫുള്ള്, മറിച്ച് അങ്ങോട്ട് മറിച്ച് ഇങ്ങോട്ട് മറിച്ച്, ഇവൻ്റെ പോക്കറ്റിൽ വന്നാൽ ഇവൻ്റെ മറ്റുള്ളവരുടെ കയ്യിലെത്താൻ. ചില ആളുകൾക്കൊക്കെ ഒരു കൊല്ലമായിട്ടും ആ പെൻഷൻ ഇങ്ങനെ ഒരു പെൻഷൻ അവർക്ക് ആനുകൂല്യം അവർക്ക് അനുവദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പോലും ചില ആളുകൾ അറിഞ്ഞിട്ടില്ല. എല്ലാം ഇവരെ അടിച്ചു മാറ്റില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഓരോ മാസവും ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനങ്ങളായിരുന്നു ഈ ക്രിമികീടങ്ങൾക്ക് ഉണ്ടായിരുന്നത്. എല്ലാം തകർന്ന്, ഒരൊറ്റ ഉത്തരവ് കൊണ്ട് എല്ലാം തകർന്ന്. അതാണ് ഇപ്പോൾ വലിയ കയറ് പൊട്ടിക്കൽ. എന്നാൽ ഇവർ തന്നെ അധികാരത്തിലിരിക്കുമ്പോൾ പെൻഷൻ മുടങ്ങിയിട്ട് എല്ലാ മാസവും കൃത്യമായിട്ട് ശമ്പളം വരും പോലെ പെൻഷൻ വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. പല ഘട്ടങ്ങളിൽ, പല സാഹചര്യങ്ങളിൽ, പല ഘട്ടങ്ങളിലായിട്ട് ഇത് മുടങ്ങിയിട്ടുണ്ട്, കുടിശ്ശിക വന്നിട്ടുണ്ട്, ഡിലേ വന്നിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ എന്താ നിങ്ങൾ ചോദിക്കും? അത് ഈ പറയുന്ന ഒരു പൊതു താൽപര്യ ഹർജി ഹൈക്കോടതിയിലെത്തിയത് കൊണ്ട് അന്ന് പറഞ്ഞതാണ്. അന്ന് പറഞ്ഞത് കൃത്യമായിട്ട് പിണറായി വിജയൻ എനിക്ക് സൗകര്യമുള്ളപ്പോൾ ഞാൻ തരും എന്നുള്ളതായിരുന്നു പിണറായി വിജയൻ്റെ ലൈൻ. എനിക്ക് സൗകര്യമുള്ളപ്പോൾ ഞാൻ തരും, ഇങ്ങോട്ട് കയറി ചോദിക്കാൻ നിൽക്കണ്ട, ഇത് നിങ്ങളുടെ അവകാശമല്ല, എൻ്റെ ഔദാര്യമാണ് എന്നുള്ളതായിരുന്നു പിണറായി വിജയൻ ഹൈക്കോടതിയെ സത്യവാങ്മൂലം അറിയിച്ചത്. കോടതിയിൽ പറഞ്ഞ കാര്യമാണ്, ഒരു ഗവൺമെൻറ് കോടതിയിൽ പറഞ്ഞതാ പെൻഷനെക്കുറിച്ച്. മനസ്സിലായില്ലേ? അപ്പോൾ അവരാണ് ഇന്ന് ഈ പറയുന്ന എന്താ പ്രശ്നം, കമ്മീഷൻ അടി നിന്നു, റോളിങ് നിന്നു, കമ്മീഷൻ അടി നിന്നു, ചായ കുടി നിന്നു, എല്ലാം മുട്ടി, വരുമാനം എല്ലാ അർത്ഥത്തിലും മുട്ടി. അത് തന്നെയാണ് ഇത്രയധികം ക്രിമികീടങ്ങളുടെ ക്രിമികടി എന്ന് പറയുന്നത്.